ഓൾറൈറ്റ്, ഒരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററായിട്ട് ഒരു ഷോർട്ട് ഫോം വീഡിയോ, അതായത് ഒരു സബ് 1 മിനിറ്റ് റേഞ്ചിലുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ആവറേജ് 800 rupees to 2500 rupees. ഇനിയിപ്പോൾ ഒരു ലോങ് ഫോം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് 10 അല്ലെങ്കിൽ 15 മിനിറ്റുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ആവറേജ് 5000 rupees to 10,000 rupees ഓർ മോർ നമുക്കൊരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഫൈവറിൻ്റെ അല്ലെങ്കിൽ അപ്വർക്കിൻ്റെ ഓരോരോ വീഡിയോ എഡിറ്റ് കാറ്റഗറി പേജിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം ആൾക്കാർ ഇങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതും ബെസ്റ്റ് റേറ്റഡ് സെല്ലേഴ്സായിട്ട് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫ്രീലാൻസ് വീഡിയോ എഡിറ്ററായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു എൻറ്റയർ ബ്ലൂ പ്രിൻ്റ് ആണ് ബേസിക്കലി ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റർ ആകാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് ഡിവൈസാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യേണ്ടത്, ആൻഡ് എന്തൊക്കെയാണ് ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും, ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനും അതേപോലെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് കരിയറിൽ യൂസ്ഫുൾ ആകുന്ന കുറേ റിസോഴ്സസും, ആൻഡ് ഫൈനലി നമ്മുടെ ഫസ്റ്റ് എവർ പേയിങ് ക്ലയൻറ്റും എങ്ങനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊട്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഡിവൈസ് ആണല്ലേ. അപ്പോൾ അത് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനാണെങ്കിലും ആക്ച്വലി ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ഡിവൈസ് വേണം. ആൻഡ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, സ്മാർട്ട് ഫോൺ ആവാം, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റും ആകാം. ഏത് ഡിവൈസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബേസിക്കലി വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഫ്രീലാൻസ് വീഡിയോ എഡിറ്റിംഗ് കരിയർ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. കുറേയധികം ക്ലയൻസിനെയൊക്കെ സിമിൾട്ടേനിയസ്ലി മാനേജ് ചെയ്യണം, ഹ്യൂജ് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യണം, ആൻഡ് കുറേയധികം സ്പെഷ്യൽ എഫക്ട്സും ആനിമേഷൻസും ഇങ്ങനെ കുറേയധികം അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ലാപ്ടോപ്പ് തന്നെ എടുക്കണം. ആൻഡ് ഷുവർ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഇൻഷോട്ട് അതേപോലെ തന്നെ VN എഡിറ്റർ, CapCut പോലത്തെ കുറേയധികം ആപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺസിന് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന അത്ര ഈസിയും കൺവീനിയൻറ്റും ആയിരിക്കില്ല നിങ്ങളൊരു സ്മാർട്ട് ഫോണിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രിഫറബിളി നിങ്ങളൊരു ലാപ്ടോപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് കരിയർ അല്ലെങ്കിൽ ആ ജേർണി എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാനും സീരിയസ് ആയിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരധികം ഫാൻസി സ്പെക്കും കാര്യങ്ങളും ലാപ്ടോപ്പ് ഒന്നും വേണമെന്നില്ല. ഇനിഷ്യലി നിങ്ങൾ ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ ഒരു സബ് 30 to 40, 50K റേഞ്ചിലൊക്കെയുള്ള ലാപ്ടോപ്പിലൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ് പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ നിങ്ങൾക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കാറ്റഗറിയിലേക്ക്, അതായത് ഇപ്പോൾ മെയിൻലി യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ ഫീച്ചർ ഫിലിംസോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെഡിങ് ഷൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്കലി എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയിട്ട് തിങ്സിലേക്ക് വന്നിട്ട് മെയിൻ സ്ട്രീം ആയിട്ട് 3 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡോബി പ്രീമിയർ പ്രോ, സെക്കൻഡ് ഫൈനൽ കട്ട് പ്രോ, ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. അപ്പോൾ ഇതിൽ പ്രീമിയർ പ്രോയും ഫൈനൽ കട്ട് പ്രോയും ആക്ച്വലി പെയ്ഡ് സോഫ്റ്റ്വെയർസ് ആണ്. ആൻഡ് ഡാവിഞ്ചി റിസോൾവ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ പ്രീമിയർ പ്രോയും ഡാവിഞ്ചി റിസോൾവ് ബോത്ത് മാക്OSലും വിൻഡോസിലും അവൈലബിൾ ആണ്. പക്ഷേ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്പിൾ എക്സ്ക്ലൂസീവ് ആണ്. മാക്ബുക്കിലും മാക്കിലും മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും യൂസ് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഡാവിഞ്ചി റിസോൾവ് ആണ്, ഫ്രീ ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയോ പ്രീമിയർ പ്രോയോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനീഷ്യലി നിങ്ങൾക്ക് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല ഒരു സോഫ്റ്റ്വെയറിന് മേത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡാവിഞ്ചി റിസോൾവ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അഗൈൻ പ്രീമിയർ പ്രോയും ഫൈനൽ കട്ട് പ്രോയും ആക്ച്വലി 7 days 90 days ഒരു ട്രയൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർസ് എങ്ങനെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ്, പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയോ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാം. ഈ 3 അല്ലെങ്കിൽ വേറെ ഏത്, ഇപ്പോൾ വണ്ടർ ഷെയറിൻ്റെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഫിൽമോർ അങ്ങനെ പറഞ്ഞ് വേറെയും കുറേയധികം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ബിഗിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഏതൊരു സോഫ്റ്റ്വെയർ പിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു റിസോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ് ആ ഒരു റിസോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ബൈ ദ വേ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല കാര്യമുള്ളത്, ഓവറോൾ ലോജിക്സും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതിപ്പോൾ പ്രീമിയർ പ്രോ ആണെങ്കിലും ഫൈനൽ കട്ട് പ്രോ ആണെങ്കിലും ഡാവിഞ്ചി റിസോൾവ് ആണെങ്കിലും എല്ലാം ഏകദേശം സിമിലർ ആണ്. ആൻഡ് ഏതെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ ചില ഫീച്ചർ ചിലപ്പോൾ കൂടുതലുണ്ടാകും, പക്ഷേ മറ്റേ സോഫ്റ്റ്വെയറിൽ അത് ഉണ്ടാവത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോയ്ക്ക് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റോട്ടോസ്കോപ്പിംഗ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബൈ യൂസിങ് ആഫ്റ്റർ എഫക്ട്സ്. അപ്പോൾ ആ സെയിം ഫീച്ചർ നമുക്ക് നേറ്റീവ്ലി നമ്മുടെ ഫൈനൽ കട്ട് പ്രോയിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് പ്ലഗിൻസും എക്സ്റ്റൻഷൻസ് ഒക്കെ നമ്മുടെ ഫൈനൽ കട്ട് പ്രോയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു സെയിം ഫീച്ചർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫീച്ചേഴ്സ് മിസ്സിംഗ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർസും അത് ബേസിക്കലി കിട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ റിസോഴ്സസ് ലിങ്ക് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്റിംഗിൻ്റെ ബേസിക്സ് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ഈ ബേസിക്സും കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ലൈക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ UI ആയിട്ടൊന്ന് ജസ്റ്റ് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ എവിടെയൊക്കെയാണ് ഉള്ളത് അങ്ങനത്തെ ജസ്റ്റ് ഒരു ഏകദേശം ഒരു ബേസിക് ആയ രീതിയിൽ, അതായത് ഇപ്പോൾ കട്ട് ചെയ്യുന്ന ടൂൾ അല്ലെങ്കിൽ ഇപ്പോൾ ടൈം ലൈൻ സൂം ഔട്ട്
ചെയ്യുന്നതും ഓഡിയോ ആഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ബേസിക് എഫക്ട്സ് ആഡ് ചെയ്യുന്ന സെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കുക. ആൻഡ് സെക്കൻഡ് പിന്നെ ക്ലിപ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുക. അതിനുശേഷം നമ്മൾ ക്ലിപ്സ് ചോപ്പ് ചെയ്ത് സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ ടൈമിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ ഓഡിയോ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കട്ട്സും ട്രാൻസിഷൻസും ആഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കുക. പിന്നെ ടൈറ്റിൽ ആഡ് ചെയ്ത് നോക്കുക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ആൻഡ് ഈ ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കുറേയധികം ട്യൂട്ടോറിയൽസും മിനി കോഴ്സസും ഫ്രീ റിസോഴ്സസും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഞാൻ എന്തായാലും ഈച്ച് സോഫ്റ്റ്വെയർ അതായത് പ്രീമിയർ പ്രോയ്ക്കും ഫൈനൽ കട്ട് പ്രോയ്ക്കും ഡവിഞ്ചി റിസോൾവിന് വേണ്ടി കംപ്ലീറ്റ് ബേസിക്സ് പഠിപ്പിക്കുന്ന വീഡിയോൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബേസിക്സ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് ആൻഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒറിജിനൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് കുറേയധികം സ്റ്റോക്ക് ഫോട്ടോസും വീഡിയോസും ലെറ്റ്സും പ്രീസെറ്റ് പാക്ക് ടൈറ്റിൽ പാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ റോയൽറ്റി ഫ്രീ മ്യൂസിക് സൗണ്ട് എഫക്ട്സ് അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് റിസോഴ്സസ് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റോക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പെക്സൽസ്, പിക്സാബേ, അൺസ്പ്ലാഷ് പോലത്തെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാറിനെ പറ്റിയൊരു വീഡിയോ അല്ലെങ്കിൽ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പെക്സൽസിലോ പിക്സാബേയിലോ പോയിട്ട് ആ ഒരു സെർച്ച് ടേം എൻ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം റിസോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ വീഡിയോ നോക്കുകയാണെങ്കിൽ 4K റെസൊല്യൂഷനുള്ള വീഡിയോസും പിന്നെ ഇമേജസ് നോക്കുകയാണെങ്കിൽ ഹൈ റെസൊല്യൂഷനുള്ള കുറേയധികം ഇമേജസ് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് സൗണ്ട് എഫക്ട്സും റോയൽറ്റി ഫ്രീ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ മെയിൻലി 2 ഫ്രീ റിസോഴ്സസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെയുള്ള ഒരു NCS എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആൻഡ് ആ ചാനലിലുള്ള എല്ലാ ഓഡിയോ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം റോയൽറ്റി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാനും ഒരു കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആ ഒരു ഓണർക്ക് ജസ്റ്റ് ഒന്ന് ക്രെഡിറ്റ് കൊടുത്താൽ മതി നിങ്ങളുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ. ഒന്ന് നിങ്ങൾക്ക് NCS ചാനൽ യൂസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പിക്സാബേ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അത് നമുക്ക് ഈസി ആയിട്ട് കുറേ സൗണ്ട് എഫക്ട്സും ഓഡിയോയും അതായത് റോയൽറ്റി ഫ്രീ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് പിക്സാബേ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം ഓഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള സോങ്സും അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സും ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതുകൂടാതെ വേറെ കുറേയധികം വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് PSD, വെക്ടേഴ്സ്, ടെംപ്ലേറ്റ്സ് അങ്ങനത്തെ ബേസിക് ആയിട്ട് കാര്യങ്ങളൊക്കെ വേണം ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് freepik.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ freepik എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഫ്രീ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ടേൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ. ആൻഡ് അഗൈൻ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ഐക്കൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് flaticon.com അല്ലെങ്കിൽ iconfinder.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ള അത്രയും ഐക്കൺസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി ലാസ്റ്റ്ലി ടൈറ്റിൽ പാക്സ്, പ്രീസെറ്റ്സ് അല്ലെങ്കിൽ എഡിറ്റിംഗിൻ്റെ ലെറ്റ്സും കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ജസ്റ്റ് സിമ്പിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഓരോ കാര്യങ്ങൾ അതിപ്പോൾ ലെറ്റ്സ് പാക്കോ അല്ലെങ്കിൽ ടൈറ്റിൽസോ അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സോ ട്രാൻസിഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂട്യൂബിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഫ്രീ ഡൗൺലോഡ് എന്നൊരു കീവേഡും കൂടി യൂസ് ചെയ്ത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയധികം വെബ്സൈറ്റ്സിലൊക്കെ ഇങ്ങനത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫ് പ്രോജക്ട്സിലാണെങ്കിലും യൂസ് ചെയ്യാൻ ഈ ഓരോ റിസോഴ്സസ് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അഗൈൻ നിങ്ങൾ ഈ ഗൂഗിളൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം അടിപൊളി വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗിൻ്റെ നോളജും കാര്യങ്ങളും കിട്ടി. ആൻഡ് അസറ്റ്സ് ആൻഡ് റിസോഴ്സസും പിന്നെ വേണ്ട വീഡിയോസും സ്റ്റോക്ക് ഫുട്ടേജസും ഒക്കെ എങ്ങനെ സോഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേയധികം ഈ ക്ലിപ്സിൽ തന്നെ കുറേയധികം എഡിറ്റിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതെടുത്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് വൺസ് ഈ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ലേണിംഗ് ആണ്. അപ്പോൾ അഡ്വാൻസ്ഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 2D ആൻഡ് 3D ആനിമേഷൻ, മോഷൻ ഗ്രാഫിക്സ്, കളർ കറക്ഷൻ, സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പോൾ കളർ ഗ്രേഡിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾക്ക് അഡോബി ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് അഡോബിൻ്റെ ഒരു ടൂളാണ്. ആൻഡ് ഇത് പ്രീമിയർ പ്രോ ആയിട്ട് ടൈറ്റ് ഇൻറ്റിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈനാമിക് ലിങ്ക് ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രീമിയർ പ്രോ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം ഫുട്ടേജ് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് റിയൽ ടൈം ആയിട്ട് 2 സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മോഷൻ ഗ്രാഫിക്സും 2D 3D ആനിമേഷൻസും കീ ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ പുറകിൽ എൻ്റെ പുറകിൽ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇമേജോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്രേസി ലുക്കിംഗ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഐക്കൺസ് പോപ്പ് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലാഷി ടൈറ്റിൽ കാർഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ടൂൾ വെച്ച് നമുക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ലേണിംഗ് കോൺസെപ്റ്റ് നിങ്ങൾ ബേസിക് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കായിട്ട് ക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യുക, 2 ജോയിൻ ചെയ്യുക, ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ കളർ ഗ്രേഡിംഗ്, കളർ കറക്ഷൻ, അതേപോലെ തന്നെ മോഷൻ ഗ്രാഫിക്സും 2D ആനിമേഷനും 3D ആനിമേഷനും കാര്യങ്ങളൊക്കെ. ആൻഡ് അഗൈൻ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ കുറേ പ്ലഗിൻസും അതേപോലെ തന്നെ കുറേ പ്രീസെറ്റ് പാക്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഫയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ്സ് പാക്ക് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് ആയിട്ട് അഡ്വാൻസ്ഡിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഓവർ ടൈം കുറേയധികം കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ
നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും ഒരു അഡ്വാൻസ് ലെവൽ എഡിറ്റർ ആവാൻ പറ്റും നിങ്ങൾക്ക്. ആൻഡ് അഗൈൻ കുറേയധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട് നമുക്ക് ഈ ഓരോ റിസോഴ്സസ് അതേപോലത്തെ ഇങ്ങനത്തെ കുറേ എഡിറ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് നോച്ച് ഹൈ ക്വാളിറ്റി വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചധികം ചാനൽസിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇതുവരെ നമ്മളൊരു ഡിവൈസ് കണ്ടുപിടിച്ചു, ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഫൈനലൈസ് ചെയ്തു, ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്സ് കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് ഫ്രീ റിസോഴ്സസ് ഒക്കെ എങ്ങനെ സോഴ്സ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടി. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പേയിങ് ആയിട്ടുള്ള ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ആക്ച്വലി നിങ്ങൾ പഠിച്ച സ്കില്ല് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻസിനെ റിയൽ ക്ലയൻസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ജസ്റ്റ് അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈവൻ ബിഫോർ നമ്മൾ ക്ലയൻസിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ ബേസിക്കലി മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻസിന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ബേസിക്കലി ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബേസിക്കലി 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേസി വേയും അൺകൺവിൻസിംഗ് ആയ ഒരു വേ ആണ്. മാക്സിമം ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗൂഗിൾ ഡ്രൈവ് ഫോൾഡറിലേക്ക് നിങ്ങളുടെ ബെസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിങ്കും ക്ലയൻറ്റായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ലേസി വേയും. അപ്പോൾ ഇതെന്തായാലും ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എന്ന് വെച്ചിട്ട് ബിഹാൻസിൻ്റെ അതൊരു വീഡിയോ ഇട്ട പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ജസ്റ്റ് ബിഹാൻസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ അവിടെ ഷോക്കേസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു ബിഹാൻസ് പ്രൊഫൈലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ക്ലയൻസ് ഒക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട്. അതിന് തേർഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിഹാൻസ് പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡെഡിക്കേറ്റഡ് ഡൊമൈൻ വാങ്ങിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ചെയ്തിട്ടുള്ള വർക്ക്സും നിങ്ങൾ എന്തൊക്കെയാണ് സർവീസ് ഓഫർ ചെയ്യുന്നതും കോൺടാക്ട് ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി നോക്കുകയാണെങ്കിൽ 2 രീതിക്ക് നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈവർ അല്ലെങ്കിൽ അപ്വർക്ക് പോലത്തെ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിൽ ചെന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് ഗിഗ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊആക്റ്റീവ്ലി അല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ഫൈവറിൽ അപ്വർക്കിലോ ചെന്നിട്ട് ആ ഒരു ഗിഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി. ആൻഡ് ഓൾറെഡി ഹൈ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ക്ലയൻറ്റിന് ആദ്യം തന്നെ കിട്ടുക എന്നുള്ളത് ഭയങ്കരധികം ഡിഫിക്കൽട്ട് ആയിട്ടൊരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ പ്രൊആക്റ്റീവ്ലി നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ്. ആൻഡ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് ഇമെയിലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കോൾഡ് ഇമെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് നിങ്ങളുടെ സർവീസസ് അതായത് വീഡിയോ എഡിറ്റിംഗ് സർവീസസ് ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസസും പോർട്ട്ഫോളിയോ കാണിച്ചിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്ത് അവർ നിങ്ങളെ ക്ലയൻസ് ആക്കുകയാണ് ബേസിക്കലി ഒരു കോൾഡ് നമ്മൾ ഇമെയിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയർ ആയിട്ടുള്ള അവരായിട്ട് ബന്ധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഇമെയിൽ അയച്ചിട്ട് ആ ഒരു രീതിയാണ് കോൾഡ് ഇമെയിലിംഗ്, ഡയറക്റ്റ് കോൾഡ് ഇമെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പ്രൊആക്റ്റീവ്ലി നമുക്കൊരു ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഡ്സ് ലിസ്റ്റ് ആണ്. ആൻഡ് ഈ ബേസിക്കലി ലീഡ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ക്ലയൻസ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലിസ്റ്റിനാണ് നമ്മൾ ബേസിക്കലി ലീഡ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലീഡ്സ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറേയധികം ഡിഫറെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലിങ്ക്ഡിനിലൂടെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെബ് സ്ക്രാപ്പിങ്ങിലൂടെ ചെയ്യാൻ പറ്റും, അങ്ങനെ അല്ലെങ്കിൽ വേറെ കുറേ ടൂൾസ് ആൻഡ് സർവീസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീഡ്സ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻ ഇറ്റ് സെൽഫ് ലൈക്ക് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫോ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ എന്തായാലും ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ തന്നെ ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലയൻസിന് വേണ്ടി ഒരു ലീഡ്സ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, കോൺടാക്ട് ഡീറ്റെയിൽസും ഇമെയിലൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്തായാലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺസ് ഈ ഒരു ലീഡ്സ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് അതായത് ഇമെയിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൺവിൻസിംഗ് ആയി തോന്നുന്നത് നിങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ബെസ്റ്റ് വർക്ക്സ് ഒക്കെ ഷോക്കേസ് ചെയ്ത രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും അത്രയും അടിപൊളിയായിട്ടൊരു ടെംപ്ലേറ്റൈസ്ഡ് ആയിട്ട് ഒരു ഇമെയിലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഇമെയിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഏതെങ്കിലും ഓട്ടോമേഷൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓട്ടോമേഷൻ ടൂൾസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഓരോ ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാസമായിട്ട് ഡയറക്റ്റ്ലി ഇവർക്ക് കുറേയധികം എല്ലാ ക്ലയൻസിനും അതായത് എല്ലാ നമ്മുടെ ലീഡ്സ് ലിസ്റ്റുള്ള കോൺടാക്ട്സൊക്കെ ഡയറക്റ്റ് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് കുറച്ച് ചെറിയ ലീഡ്സ് ലിസ്റ്റ് 100-200 പേരൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 പേരൊക്കെ വെച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് ഈ ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ലീഡ്സ് ലിസ്റ്റ് ഭയങ്കര അധികം വലുതാണ്, കുറേയധികം ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ടൂൾസ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് വൺസ് നിങ്ങൾ ഈ ഒരു കോൾഡ് ഇമെയിലൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലവർ റിപ്ലൈ ചെയ്യും, ചിലവർ റിപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ റിപ്ലൈ ചെയ്യുന്ന ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ നെഗോഷിയേറ്റിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മാക്സിമം ക്ലയൻസിനെ കൺവേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ റിപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ഫോളോ അപ്പ് ഇമെയിൽസ് 2 ഫോളോ അപ്പ് ഇമെയിൽസ് ഒക്കെ ഒരു 2-3 ദിവസം പിന്നെ ഒരു 1 വീക്ക് ഇടവിട്ടിട്ടൊക്കെ ജസ്റ്റ് സെൻഡ് ചെയ്തിട്ട് 2-3 വട്ടമൊക്കെ ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ചിലപ്പോൾ അവർ റിപ്ലൈ ചെയ്യും. ആൻഡ് അങ്ങനെ റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരെയും ജസ്റ്റ് ഒന്ന് നമ്മൾ
നെഗോഷിയേറ്റിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് പ്രൈസിലേക്ക് എത്തി നിങ്ങളുടെ വർക്കൊക്കെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ക്ലയൻസിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വൺസ് നിങ്ങൾ ഒരാളായിട്ട് വീഡിയോ എഡിറ്റിംഗിൻ്റെ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ അവരെ ക്ലോസ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ ഒരു 5 സ്റ്റാർ റിവ്യൂ ചോദിച്ച് വാങ്ങുക. കാരണം നമുക്ക് നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത ഗിഗിൻ്റെ അകത്ത് എത്രത്തോളം റിവ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അനുസരിച്ചായിരിക്കും അത് ടോപ്പ് റാങ്കിങ്ങിൽ വരിക. ഫോർ എക്സാമ്പിൾ കുറേയധികം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഗിഗ് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈവറിലൊക്കെ പോയി ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ട് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അതേപോലെ നിങ്ങൾ ഇനിയിപ്പോൾ കോൾഡ് ഇമെയിലിംഗ് കൂടിയൊക്കെ ആൾക്കാരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവരോട് ചോദിക്കുക നിങ്ങൾക്ക് അവരെ ഫൈവറിൽ കൂടി ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഫൈവറിൽ കൂടി ആ ഒരു ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് അവരോട് 5 സ്റ്റാർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ലീവ് ചെയ്യാൻ പറയുക. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ അടുത്ത് ടെസ്റ്റിമോണിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ അത് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം പുതിയ എഡിറ്റിംഗ് ടെക്നിക്സും സ്കിൽസും നിങ്ങളുടെ റിൻസ് ആൻഡ് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എഡിറ്റിംഗ് സ്കിൽസ് കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യുക. ആൻഡ് ഈ ഒരു കോൾഡ് നെക്സ്റ്റ് സെഷനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ച് ഓഫ് കോൾഡ് ഇമെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വേറെ അധികം ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഇതാക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുക. അങ്ങനെ കുറേയധികം ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻഡ് റിൻസ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് ഈ പ്രോസസ് സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറേയധികം വീഡിയോ എഡിറ്റിംഗ് ക്ലയൻസിനൊക്കെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് കുറേയധികം ക്ലയൻസിനെ കിട്ടി കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലേക്ക് ഒരു 10-20 പ്രോജക്റ്റൊക്കെ അറ്റ് ദ സെയിം ടൈം വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജൊക്കെ എത്തുകയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എൻറ്റയർ ബിസിനസ്സിനെ ഏജൻസി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അഗൈൻ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് വീഡിയോ എഡിറ്റിംഗ് അതായത് ടാസ്ക് ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഏജൻസി മോഡലിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാണ് വീഡിയോ എഡിറ്റിങ്ങിലൂടെ ക്യാഷ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് അതിൽ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏർലി അഡോപ്റ്റേഴ്സ് ഒന്നുമല്ല, എന്നാലും കുറേയധികം കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇതിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ ലൈക്ക് ഫ്രീലാൻസിങ് അതേപോലെ തന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് ബിസിനസ് മോഡൽസും കാര്യങ്ങളൊക്കെ പറ്റിയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.